കട്ടപ്പനയിൽ നടുറോഡിൽ ഓട്ടോ ഡ്രൈവറെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ 3 പേർ അറസ്റ്റിൽ. കട്ടപ്പന സ്വദേശികളായ സാബു, സുരേഷ്, 20 ഏക്കർ സ്വദേശി ബാബു എന്നിവരെയാണ് കട്ടപ്പന പോലീസ് അറസ്റ്റ് ചെയ്തത്. വേഴുങ്കവല മുണ്ടുനടക്കൽ സുനിൽകുമാറിനെയാണ് ടൗണിലിട്ട് മർദ്ദിച്ചത്. പരിക്കേറ്റ സുനിൽകുമാർ ഇടുക്കി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. വെള്ളിയാഴ്ച രാത്രി 7 മണിക്ക് കട്ടപ്പന ടൗണിലാണ് സുനിൽകുമാറിനെ സംഘം ചേർന്ന് മർദ്ദിച്ചത്. ഗ്യാസ് സിലിണ്ടറിൽ നിന്നും ശബ്ദമുണ്ടായതിനെ തുടർന്നുണ്ടായ വാക്കുതർക്കമാണ് മർദ്ദനത്തിൽ കലാശിച്ചതെന്നാണ് ചികിത്സയിൽ കഴിയുന്ന സുനിൽകുമാർ പറയുന്നത്. താഴോട്ട് ഇറക്കി വിട്ടതാണ്. അതിൻ്റെ സൗണ്ട് കേട്ടെന്നും പറഞ്ഞുകൊണ്ട് ഒന്ന് തെറി പറഞ്ഞു. അവൻ്റെ കടയിലിരിക്കുന്ന റിയാനക്കാരൻ ഉണ്ടായിരുന്നു അവിടെ. ഞാനും ഉച്ചയ്ക്കുള്ളായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവൻ വടിവാളുമൊക്കെ ആയിട്ട് വന്ന് പിന്നെ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു തോന്നേണ്ട ഇങ്ങോട്ട് വരാനും പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് റിയാനക്കാരനും കൊണ്ടുപോയി. വിട്ട് കഴിഞ്ഞ് പിന്നെ ഞാൻ ഇറങ്ങിപ്പോയി. പിന്നെ ഇന്ന് ഞാൻ പറമ്പിൽ പോയിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങേ സൈഡിൽ വണ്ടി ഇൻഡിക്കേറ്റർ ഇട്ട് തിരിക്കുന്നതിന് മുമ്പ് വന്ന് വണ്ടിയുടെ ഗ്ലാസ് വില അടിച്ചു. എൻ്റെ വണ്ടിയിൽ പെണ്ണുമ്പിള്ളെ കൊച്ചുണ്ടായിരുന്നു. അവരും പേടിച്ചു, ഞാനും പേടിച്ചു. എന്നാ പറ്റുന്നതെന്ന് അറിയത്തില്ല. അന്നേരത്തിന് അവർ 5 പേരുണ്ട്. അവിടുന്ന് ഇറങ്ങി ഉടനെ ഒരുത്തം വന്ന് എൻ്റെ കൊങ്ങാക്കി പിടിച്ചു, വലിച്ച് താഴെ ഇട്ടു. അന്നേരം മുതൽ അടിയാണ്. അറസ്റ്റിലായ 3 പ്രതികളെ കൂടാതെ കണ്ടാലറിയാവുന്ന 2 പേർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. 5 പേരടങ്ങുന്ന സംഘം വടി ഉപയോഗിച്ച് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. അടിയേറ്റ് വീണ് കിടന്ന സുനിൽകുമാറിനെ വീണ്ടും മർദ്ദനമേറ്റു. മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലുമെത്തി. ഇതേ തുടർന്നാണ് കട്ടപ്പന SI NJ സുനേഹിന്റെ നേതൃത്വത്തിലുള്ള സംഘം പ്രതികളെ അറസ്റ്റ് ചെയ്തത്. മർദ്ദനമേറ്റ സുനിൽകുമാറിനെ ഇടുക്കി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.